നമ്മളിന്ന് വന്നിട്ടുള്ളത് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല, ഞങ്ങളിന്ന് ഒരാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള പ്രിപ്പറേഷനും ഒരുക്കങ്ങളുമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മട്ടൻ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അത് കംപ്ലീറ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം തയ്യാറാക്കി കൊണ്ടുപോകുന്നത് എൻ്റെ കൂടെ പിറക്കാതെ പോയ ഒരു സഹോദരൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ സഹോദരൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയെ കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്നുള്ളത് എനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മിഠായിയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ പാചകവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഒരുങ്ങാനായിട്ട് പോയത്. അപ്പോൾ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഷാനിദ കാസിം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ റെഡിയായി പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അനിയന് ജോലിയും കാര്യവും എല്ലാം ഉള്ളതാണ്. എന്നാൽ പോലും കിട്ടുന്ന സമയം കൊണ്ട് കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിളവെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കും അതിലൊരു പങ്ക് എത്തിക്കുന്നുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. പിന്നെ അവിടുത്തെ വീഡിയോ ഞാൻ ഒത്തിരി ഒന്നും എടുത്തില്ല. അപ്പോൾ അനിയത്തി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ്. ഞങ്ങൾ പോയതിന് ശേഷം ചായയും സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാത്തതാണ്. അപ്പം നമുക്കുള്ള ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എപ്പോഴും തരുന്നതായ കുറച്ച് സാധനങ്ങൾ അനിയനും മോനും കൂടെ റെഡിയാക്കി കാറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. നമുക്കൊരു ലിമിറ്റുണ്ട്. അപ്പം നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. മക്കളുടെ അടുത്തും അവരുടെ അടുത്തെല്ലാം യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.